നമസ്കാരം. പണ്ട് തമിഴ്നാട്ടിൽ, ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാണ്. പണ്ട് തമിഴ്നാട്ടിൽ ഈ സിനിമാ താരങ്ങൾ അവർ MGRനെ അവർ വിളിച്ചിരുന്നത് അണ്ണൻ എന്നാണ് വിളിച്ചിരുന്നത്. അണ്ണൻ. തന്തൈ പെരിയാർ EV രാമസ്വാമി നായ്ക്കരെ. അതിലുപരി അവരെ ദൈവങ്ങളായിട്ടാണ് കരുതിയിരുന്നത്. ഇപ്പോഴത് അവരുടെയും ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. പക്ഷെ ഇന്നത്തെ സിനിമാ താരങ്ങൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല, ആരോട്ട് കൊടുക്കുന്നുമില്ല. സ്റ്റാലിൻ അധികാരത്തിൽ കയറിയപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, കാലത്തൊട്ട് വന്നിക്കുക, അത്തരം കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. പക്ഷേ അതേ പരിപാടി ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരെന്ന് സ്വയം ഇടയ്ക്കിടയ്ക്ക് മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് ബുദ്ധി എന്നറിയില്ല, കുബുദ്ധിയാണോ കഴുതയുടെ ബുദ്ധി എന്നോ അറിയില്ല. അതിപ്പോൾ ഇവിടെ ആവർത്തിക്കുകയാണ്. മമ്മുക്ക, ലാലേട്ടൻ, ഇവരൊക്കെ മിടുക്കന്മാരാ വാസ്തവത്തിൽ കേട്ടോ. ഇത്തരം ആളുകളുടെ ജനങ്ങളുടെ അവരുടെ നിർമ്മലമായിട്ടുള്ള വികാരങ്ങളെ എങ്ങനെ കയ്യിലെടുത്ത് അമ്മാനമാടണം, കരതലാമലകം പോലെ, അതവർക്കറിയാം. ഈ മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയിൽ ഓണറബിൾ ലെഫ്റ്റനൻ്റ് കേണലാണ്. ഇത് കഴിഞ്ഞിട്ട് മലബാർ ഗോൾഡിന് അഡ്വർടൈസ്മെൻറ്റിന് പോയിട്ടുണ്ട് കേട്ടോ. അന്ന് സുകുമാർ അഴീക്കോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹേമാമാലിനിയുടെ മാർത്ത് നോക്കിയിട്ട് ഇങ്ങനെ കമൻ്റ്, അങ്ങനെയുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് സുകുമാർ അഴീക്കോട് പറഞ്ഞതാണത്. ഇപ്പോൾ ഇവിടെ വിഷയം അതല്ല. അദ്ദേഹം ഓസ്ട്രേലിയയിലൊരു പരിപാടി, ആട്ടവും പാട്ടവും പരിപാടി നടത്താൻ വേണ്ടി പോയിട്ട് സിംഗപ്പൂരിൽ വന്ന് പെട്ടുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ വന്നു. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, നമ്മുടെ ലാലേട്ടന് അവിടേക്ക് പോകാൻ പറ്റിയില്ലല്ലോ, കഷ്ടം എന്നൊക്കെയും പറഞ്ഞ് ഓസ്ട്രേലിയയിലുള്ള മലയാളികളും ഇവിടുത്തെ മലയാളികളും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. ആ സങ്കടത്തിന് വലിയ ഗഹനതയുണ്ട്. സ്വന്തം അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു. ആ സമയത്തുണ്ടാകുന്ന സങ്കടം, ആ ടോണൊക്കെയാണ് പലർക്കും ഉള്ളത് കേട്ടോ. മോഹൻലാലിൻ്റെ ജന്മനാട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? അവിടെ മഴ മാറിയിട്ടും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇനി വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലും, കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് സജി ചെറിയൻ്റെ നാട്ടിൽ, അന്ന് സജി ചെറിയനാണ് അവിടുത്തെ മന്ത്രി. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ അടിച്ച് തുടച്ച് വാരാൻ വേണ്ടിയിട്ട് ഒരു നല്ല വീടാണെങ്കിൽ അതേപോലെ തന്നെ ഇനിയും മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചുരുങ്ങി 2 ലക്ഷം മുടക്കേണ്ടി വരും. പാവങ്ങൾ എന്ത് ചെയ്യും? അവിടെ വേറെ വെള്ളം കോരി ഒഴിച്ച് അവിടെ പറ്റിപ്പിടിച്ച ചെളിയും കാര്യങ്ങളും അതുപോലെ എടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രസമല്ല സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലമാരിയുടെ മേലെ, അടുക്കളയുടെ പാത്രങ്ങളുടെ ഉള്ളിൽ, ഫാനിൻ്റെ മേലേക്കും പാമ്പ്. ഈ കെടുതി അടുത്ത വർഷവും ഇതുപോലെ തന്നെ വരണമെന്ന് പറയല്ല കേട്ടോ. പക്ഷെ വരില്ലെന്ന് പറയാൻ പറ്റൂ? കിഴക്കൻ മലയോരത്തിലെ കിഴക്കൻ മലകളിൽ പെയ്യുന്ന വെള്ളം എവിടേക്കാണ് പോവുക? തമിഴ്നാട്ടിലേക്ക് പോവുമോ? അത് മേലോട്ട് ഇങ്ങനെ ഉയർന്നു പോവുമോ? അപ്പോൾ ഇനിയും ഇതൊക്കെ ആവർത്തിക്കാനുള്ളത് 2018 മുതൽ തുടങ്ങിയതല്ലേ. അപ്പോൾ സ്വന്തം നാടായിട്ടുള്ള പത്തനംതിട്ടയിലുള്ള ആളുകളൊക്കെ രൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൽ ശരിയായിട്ട് കഷ്ടപ്പാടല്ല, നരക ജീവിതമാണ് അവിടെയുള്ളത്. വലിയൊരു വീട്ടിൽ സന്തോഷമായിട്ട് കഴിഞ്ഞിരുന്ന കൊച്ചുകുട്ടികളടക്കം കൊതുകടിയും കൊണ്ട് ക്യാമ്പിൽ കഴിയുകയാണ്. അവിടെയും പലയിടത്തും മഴയാണ്. ഇങ്ങനെയുള്ള കെടുതികൾ, നരകതുല്യമായിട്ടുള്ള അവസ്ഥ അനുഭവിക്കുന്ന സമയത്ത് ആണ് മോഹൻലാൽ ആടാനും പാടാനും പൈസ ഉണ്ടാക്കാനുമായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. എന്നിട്ട് സിംഗപ്പൂരിൽ പെട്ടുകിടക്കുന്നത്, എന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ അവിടെ നേരത്തെ ബുക്ക് ചെയ്ത പരിപാടിയായിരിക്കും.
അതിന് കോടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ശരി, സമ്മതിച്ചു. ഇവിടെ മഴക്കാലം വരുമ്പോൾ പ്രോഗ്രാം നടത്താൻ പാടില്ല നിയമമല്ലല്ലോ. ഇതിങ്ങനെ വന്നു, അത് സമ്മതിച്ചു. പക്ഷേ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരാശ്വാസം. ഇവിടെ സിംഗപ്പൂരിൽ വെച്ച് ഓസ്ട്രേലിയക്കാരോട് സോറി പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്, ഐ ആം വെരി സോറി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു സന്ദേശം നിങ്ങൾ കണ്ടോ? പത്തനംതിട്ടയിൽ വെള്ളപ്പൊക്കക്കെടുതിയിൽ നരകജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസം പകരുന്നൊരു വാക്ക്. ഞാനിപ്പോൾ ഒരു യാത്രയിലായി പോയി, എനിക്കത് മുടക്കാൻ കഴിയില്ല. അങ്ങനെ മുടക്കിയത് ക്രൈമായിട്ട് മാറും, കുറ്റകൃത്യമായിട്ട് മാറും. കാരണം അവിടെ ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ട് അവിടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഞാൻ എൻ്റെ ജോലി അവിടെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചു വന്നാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തൽക്കാലമായിട്ട് ഞാൻ നിങ്ങൾക്കൊരു 10 കോടി രൂപ അയക്കുന്നു അവിടുത്തെ കാര്യങ്ങൾക്ക്. ഇതൊന്നുമില്ല, കാരണം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീഡിയോയിൽ എല്ലായിടത്തും വരില്ലല്ലോ. ഇനി മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ വെച്ച് എല്ലാവരും കാണുന്ന ഒരു പൊതി കൊടുക്കണ പരിപാടി അവഹേളിക്കുകയല്ല. സാധാരണ ജനങ്ങളെ അവഹേളിക്കുന്നതിനെതിരെ പ്രതികരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ഏറ്റവും വലിയ കാര്യം തമിഴ്നാട്ടിലെ സ്ഥിതി അതല്ല. തമിഴ്നാട്ടിലുള്ള സിനിമാ താരങ്ങൾ, എന്തിനവിടുത്തെ നാടക നടന്മാർ വരെ, നാടക സ്റ്റേജിലുള്ള അവർ പോലും ജനങ്ങളുമായിട്ട് ഇഴുകിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൗണ്ടമണി ഷെന്തിൽ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ, കൗണ്ടമണിയും ഷെന്തിലല്ല, കൗണ്ടമണി വേറെ ഷെന്തിൽ വേറെ. ഈ ഷെന്തിലിനെ കാണുമ്പോൾ ഒരു തുളസൂറൻ അങ്ങനെയായിട്ടാണല്ലോ അങ്ങനെ അഭിനയിക്കുന്നത്. എപ്പോഴും കൗണ്ടമണി തലയിലൊക്കെ കിഴുക്കി വെച്ച് കൊടുക്കും. എല്ലാ പിക്ചറും ഒരേപോലെ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ഗ്രാമത്തിൽ 100 കണക്കിന് ആളുകൾക്ക് ഉച്ചയ്ക്ക് ആഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ്. അവർ സമൂഹ അടുക്കള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതുപോലെയാണ് മറ്റുള്ള നടന്മാരും അതുപോലെ തന്നെയാണ്. അതേ സമയത്ത് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാതെ സ്വന്തം കാര്യം സിന്ദാബാദ് മാത്രം നോക്കി നടക്കുന്ന ആളുകളാണ് കേരളത്തിലെ സെലിബ്രിറ്റികൾ. മാത്രമല്ല അവർ തമ്മിൽ അടിയും കൂടുന്നുണ്ട്. അമ്മാന്ന് പറഞ്ഞ സംഘടനയിൽ അറിയാലോ, അവിടെ കൊരിച്ചിങ്ങാടി പോലെയുള്ളൊരു സംഘടനയായിട്ട് മാറിയത്. അവിടെ അടി, എല്ലാവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എല്ലാവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇല്ലാത്ത കേസ് കൊണ്ടുവന്നപ്പോൾ പോലീസ് പറയും ബോഡി അവിടെ നിന്ന് പറയും. ഇല്ലാത്ത കേസും കൊണ്ട് കോടതിയിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ വേറെ കാര്യമുണ്ട്, കോടതി സ്വഭാവമുണ്ട്. കോടതിക്ക് അല്ലെങ്കിൽ മലട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പേരിൽ കോടതി കേസ് കൊടുക്കും. പിന്നെ കോടതിക്ക് സഹിഷ്ണുത വളരെ കൂടുതലാണ്. ഏതായാലും ഈ ഇദ്ദേഹത്തിന് കൊടുത്ത പദവി, സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ എന്തിൻ്റെ പേരിലാണ് ഈ പദവി കൊടുത്തത്? എത്രയെത്ര അർഹരായിട്ടുള്ള, എത്ര മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ മറ്റേ എന്തായാലും പറയും, മറ്റേ പത്തനംതിട്ടയിൽ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയതല്ല. അവിടെ ഇപ്രാവശ്യത്തെ വെള്ളപ്പൊക്കം തുടങ്ങിയിട്ടും ആഴ്ചകളായല്ലോ അവിടെ. ഈ സമയത്ത് അങ്ങനെ എന്തിനാണ് കിടന്ന് നടന്നിരുന്നത് നിങ്ങൾ ചിന്തിച്ചോ? ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം നോക്കുന്നതിലല്ല വിഷമം. എങ്കിൽ പോലും ഈ നാക്കെന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ. ഇവിടെയുള്ള എല്ലാവരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഞാനടക്കം എല്ലാവരും വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല, ഗവൺമെൻറ് പിന്നെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, ചിലർ പറഞ്ഞു ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നുണ്ട്, ഗവൺമെൻറ് ഇരിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പഴയ ഗവൺമെൻറ് നോക്കിയില്ല, എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിന് അർത്ഥമുണ്ട്. സതീശൻ ശരിയല്ല എന്ന് പറയുന്ന 10 ആളുകൾ അവരും ഈ സമൂഹത്തിലുള്ളവരാ, അവരും ആവശ്യമാണ്. മുഖ്യമന്ത്രി സതീശൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് പറയുന്നവരിവിടെ വേണം. കാരണം അവരൊക്കെ പത്തനംതിട്ടയിൽ വെള്ളപ്പൊക്കം ആയിക്കോട്ടെ, കേരളം മുഴുവൻ മുങ്ങിപ്പോയി ആയിക്കോട്ടെ എന്നല്ല, ഏതെങ്കിലും രീതിയിൽ ഉള്ളിൽ അഗ്നിയുള്ളവരാണ്. നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കുന്നവരവരാ. അതേ സമയത്ത് ഈ മനുഷ്യൻ ഇയാളെന്താ അവിടെ ചെയ്തിരുന്നത്? മാത്രമല്ല ടെറിട്ടോറിയൽ ആർമിയിൽ ഓണറബിൾ ലെഫ്റ്റനൻറ്റ് പറഞ്ഞിട്ട് മുദ്രയും കാര്യങ്ങളും ഇങ്ങനെ വീട്ടിലിരിക്കുന്നുണ്ട്. അയാൾ ആ സമയത്ത് ചെയ്യുന്നത് അയാളുടെ മകളുടെ സിനിമ പ്രൊമോഷൻ, അതിൻ്റെ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ സ്റ്റേജ് ഷോകൾ. തെറ്റല്ലേ ചെയ്യുന്നത്? ഇത്തരം മുദ്രകളൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടും ഈ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെ
ഞാനിവിടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സങ്കടം നല്ല രൂപത്തിൽ മനസ്സിലാക്കിയത്. ഇതിനകത്ത് കുറേ ആളുകൾ ഇതിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അവരുടെ കമൻറ്റുകൾ. അത് വായിച്ച സമയത്താണ് അതിൻ്റെ ഗഹനത, പ്രശ്നത്തിൻ്റെ ഗഹനത ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരം വ്യാജ ബിംബങ്ങളെ എന്തിനാ സഹിക്കുന്നത്? ഭരണഘടന അനുവദിച്ച കാര്യമാണ് റൈറ്റ് ടു ഡിസെൻറ്റ്. ഏത് കൊലകൊമ്പനാണെങ്കിലും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഏത് താരരാജാവാണെങ്കിലും അതങ്ങനെ തന്നെയാണ്. അയാൾ പബ്ലിക് ഫിഗറല്ലേ. CJP പറഞ്ഞ പോലെ അക്കൗണ്ടബിലിറ്റി വേണ്ടേ? പോരാത്തതിന് ഓണററി ലെഫ്റ്റനൻ്റ് കേണൽ പദവിയും വഹിക്കുന്നു. പക്ഷെ ഇതൊക്കെ ആരോ പറഞ്ഞ പോലെ അധികം പൈസ കൊടുത്താൽ കിട്ടുന്ന കാര്യമാണോ അറിയില്ല. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ പത്മഭൂഷണയ്ക്ക് ആർക്ക് വേണം, അത് പൈസ കൊടുത്താൽ കിട്ടുന്ന താനല്ലേ. പിന്നെ അങ്ങനെ പത്മഭൂഷൺ കിട്ടി കേട്ടോ. എന്തായാലും അദ്ദേഹത്തിന് കൊടുത്ത യൂണിഫോമിന് വില കുറഞ്ഞു പോയി കേട്ടോ. കാരണം ആ യൂണിഫോം ഇട്ടുകൊണ്ട് എന്തായാലും ഞാൻ ഒരുപാട് സുരേഷ് ഗോപിയെ ഞാൻ വിമർശിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ എവിടെ വന്നാലും സുരേഷ് ഗോപി അവിടെ ഉണ്ട് എന്നുള്ള വലിയ കാര്യമാണ്. അത് ആളുകൾക്ക് ആശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സോ അദ്ദേഹത്തിൻ്റെ ഗംഭീരത്തോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റെബിലിറ്റിയോ അതൊന്നും എനിക്കറിയില്ല. അതിനൊന്നും കുറച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല ഇവിടെ കാര്യം. എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിച്ചല്ലോ. ഇപ്പം ഇന്നലെ ആ കടലിൽ പോയ ആളിപ്പോൾ സ്കൂബ നേവിക്ക് തിരയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നീ എൻ്റെ പെങ്ങളാണ്. ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇവിടെ തന്നെയുണ്ടോ കാര്യങ്ങൾ നോക്കിക്കൊണ്ട്. ആ വാക്കിന് വലിയ വിലയുണ്ട്. 5-8 ദിവസം കടലിൽ പോയ ഒരാൾ തിരിച്ചു വരുമോ വരില്ലേ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ആളല്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, കാര്യങ്ങൾ അറിയാം, കടലാണ്. പക്ഷെ ആ ഒരു വാക്കിനൊരു വിലയുണ്ട്. നീ എൻ്റെ പെങ്ങളാണെന്നാണ് പറഞ്ഞത്. അത് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആൾ, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഒരു സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആകാശത്ത് തങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അതാണ് താഴത്ത് ഇറങ്ങി വന്ന് തോളത്ത് കെട്ടി പേടിക്കേണ്ട, ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ചെയ്യും, നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞത്. അതൊക്കെ വലിയ വിലയുണ്ട്, വലിയ മൂല്യമുണ്ട്. പക്ഷെ അതേ സമയത്ത് ഈ യൂണിഫോം ധരിച്ച് സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി കാലാകാലങ്ങളായിട്ട് പേറുന്ന ലാലേട്ടൻ, എല്ലാവരും ലാലേട്ടൻ ലാലേട്ടൻ ലാലേട്ട എന്ന് വിളിക്കുന്ന ആ മനുഷ്യൻ ഈ യൂണിഫോം ഇട്ട് അവിടെ വന്നിരുന്നെങ്കിൽ, 2 വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇത്തരം യൂണിഫോമുകൾ എങ്ങനെയാണെങ്കിൽ പോലും വെറും വിലയ്ക്ക് കൊടുക്കരുത് എന്ന് പറയാൻ ഞാൻ ആളാണെന്ന് ചോദിച്ചാൽ ഞാൻ ആളല്ല. വിദേശങ്ങളിൽ ഇങ്ങനെ സിനിമയ്ക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ മിലിറ്ററിക്ക് പ്രൊമോഷൻ കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടോ അതും എനിക്കറിയില്ല. എന്തായാലും അത് കൊടുക്കുമ്പോഴൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ, എളുതായിട്ടുള്ള അഭിപ്രായമാണ്. അതിൻ്റെ ട്രെയിനിങ്ങും മറ്റുള്ള കാര്യങ്ങൾ, ഒരാൾ ഒരു കേണലാകുന്നത്, ഞാൻ എൻ്റെ ഒരു വീടുണ്ട് ഇവിടെ പാലക്കാട്. അപ്പോൾ അവിടുന്ന് ഒരു പയ്യൻ, ആശീർവാദ് എന്ന് അവൻ്റെ പേര്, അവൻ നേവിയിൽ ആണ്. ആ നേവിയിൽ പോയ സമയത്ത് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. 48 ദിവസം പട്ടിണി കിടക്കാൻ പോലും പഠിപ്പിക്കുന്നുണ്ട് അവിടെ. എവിടെയും പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെയും തരണം ചെയ്യാനുള്ള ശേഷി. വെള്ളം ദാഹം വന്നിട്ട് കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥ, വെള്ളപ്പുറത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചാടാനും മോടാനും കൃത്യമായിട്ട് പറയാമെന്ന് വെച്ചാൽ വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാരെ പറയും, അയ്യോ ഞാനില്ലാതെ പറഞ്ഞ് ഓടിപ്പോരും. അത്രയും വലിയ രീതിയിൽ ഒരിക്കൽ പോലും സീനിയർ ഓഫീസർ വെരി ഗുഡ് എന്ന് പറയില്ല. എന്തെങ്കിലും ബാഡ്നെസ് ഉണ്ടെങ്കിൽ പറയും നീ ചെയ്ത് ശരിയില്ലെന്ന് പറയും. അങ്ങനെയാണ് ഒരാളെ അവിടെ ആ യൂണിഫോമിന് അധികാരിയാക്കി മാറ്റുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ, അവരുടെ പരിശീലന കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്നുണ്ട് പരിശീലന കാലഘട്ടം നരകമാണെന്ന്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പട്ടാള സിനിമയിൽ അഭിനയിച്ചു എന്നും പറഞ്ഞൊരു യൂണിഫോം എടുത്ത് കൊടുത്തു. അതാണ് ഇപ്പം ഞങ്ങൾ സാധാരണക്കാരുടെ ഭാഷയിൽ ഞാൻ സംസാരിക്കുന്നത്. പട്ടാള സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു യൂണിഫോം എടുത്ത് കൊടുത്തു. വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ്.
ഇയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വന്തം കാര്യം വിട്ട് ഒരു കളിയും അങ്ങനെ കളിക്കാറില്ല അത്രേ. അത് മനസ്സിലാക്കേണ്ടത് ആരും മലയാളികളാണ്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഞാനിത് പറയുമ്പോൾ അതിൻ്റെ പുറയിൽ വരുന്ന കമൻ്റ് എന്തായിരിക്കും, നീ ആരടാ ഇത് പറയാ, ഞങ്ങളുടെ ലാലേട്ടനെ പറയാൻ നീ ആരടാ, ഞങ്ങളുടെ ലാലേട്ടൻ്റെ ശരീരത്തിൽ ഒരു രോമത്തിൻ്റെ വില നിനക്കുണ്ടോടാ മറ്റേ കള്ളസ്വാമി എന്നാണ് പറയാൻ വരുന്നത്. എനിക്കറിയാം, പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നു മാത്രം. ഏതായാലും നമ്മളുടെ വേറൊരാൾ എഴുതിയിരിക്കുകയാണ്, പാറ്റക്കൂട്ടങ്ങൾ ഇന്ത്യൻ ആർമിയെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു വാക്കും മിണ്ടിയിട്ടില്ല. ഏതായാലും ഇതിനകത്ത് ഒരു മിലിറ്ററിക്കാരൻ തന്നെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. കഷ്ടപ്പെട്ട് കമ്മീഷൻ്റെ എക്സാമിനേഷൻ എഴുതി പാസ്സായതിനു ശേഷം ഏറ്റവും ബുദ്ധിമുട്ടുള്ള SSB, എന്താണ് SSB എന്നറിയില്ല, ക്ലിയർ ആയിട്ട് NDAയിലെ 2-3 ഇയേഴ്സ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഒരു ഓഫീസറായി പുറത്തു വരുവാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് ഈ ലാലിനറിയുമോ? ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു രവി എന്ന് പറഞ്ഞ ആളാണ് പറയുന്നത്. പട്ടാളത്തിൻ്റെ ഒരു സിനിമ ചെയ്തെന്ന് കരുതി ഒരിക്കലും പട്ടാളക്കാരനാവുന്നില്ല. സിനിമയിലെ ഡയലോഗല്ല റിയൽ ആർമി ഓഫീസർ ഓർ ജവാൻ്റെ ജീവിതം. അത് അറിയണമെങ്കിൽ ചുരുങ്ങിയത് 7 കൊല്ലമെങ്കിലും അതിർത്തിയിൽ അതുപോലെ ഇൻസർജൻസി ഏരിയയിൽ സർവീസ് ചെയ്യണം. എന്നാൽ സമ്മതിക്കാം. പിന്നെ കേന്ദ്രം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഫ്റ്റനൻറ്റ് കേണൽ പദവി കൊടുത്തു എന്ന് അറിയാവുന്നവർ ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. ഈ ലാലിനെ കൊണ്ട് ഈ രാജ്യത്തിനോ അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സത്യമല്ലേ, അഭിനയം ലാലിൻ്റെ ഒരു ഉപജീവന മാർഗമാണ്. ലാൽ നല്ലൊരു നടനാണ്, സംശയമില്ല. ഏതായാലും മൊത്തത്തിൽ ഇതിൽ കുറേ കാര്യങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. മൊത്തത്തിലൊരു സാധാരണക്കാരൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. സ്വന്തം നാട്ടിൽ പത്തനംതിട്ട മുങ്ങിക്കെടുക്കണി ഇപ്പോഴും അതാ സ്ഥിതി. അല്ല, കുട്ടനാട് ചില ഏരിയകളിലൊക്കെ അവിടെ മഴയില്ല. പക്ഷേ അവിടെ ഉയർന്ന വെള്ളം താഴുന്നില്ല. അതാണ് സ്ഥിതി. കാറുകൾ വെള്ളത്തിനടിയിലാണ്. വീടിനകത്തുള്ള ഞാൻ കുട്ടനാട് ഉണ്ടായിരുന്ന സമയത്ത്, അപ്പർ കുട്ടനാടിൽ ഉണ്ടായിരുന്ന സമയത്ത്, മുട്ടത്തുണ്ടായിരുന്ന സമയത്ത് 2018 വെള്ളപ്പൊക്കം നേരിട്ട് കണ്ടവനാണ് ഞാൻ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ പാണ്ടനാട് അടുത്തൊക്കെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം അതിനകത്ത് ഒരാളുടെ വീട് ഞാൻ പോയി കണ്ടത് കഴിഞ്ഞ സമയത്ത്. അദ്ദേഹത്തിന് ടോറസ് പറഞ്ഞ വലിയൊരു വാഹനമുണ്ട്. ആ വാഹനത്തിന് ആയിട്ടുള്ള പെട്രോള്, കീലെന്ന് പറയും ഓയിൽ, അതൊക്കെ അവിടെ അങ്ങ് വാങ്ങിച്ചു വെച്ചിരുന്നു. ഇതെല്ലാം പൊന്തി ആ വീട് പരിപൂർണ നാശകോശമായിട്ട് മാറി. അതിന് മറ്റേ സോപ്പിട്ട് കഴുകിയിട്ട് രണ്ടാമത് പെയിൻ്റ് അടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല, അവിടെ ചെത്തിക്കളയണം. അവിടെ നോക്കിയിട്ട് ചിരിച്ചു, ഇതാണ് സ്ഥിതി എന്നും പറഞ്ഞു. അദ്ദേഹത്തിന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നരകമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സമയത്ത് അതിനേക്കൊന്ന് തിരിഞ്ഞു നോക്കാതെ തൻ്റെ മകളുടെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾക്കായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അതിനായിട്ട് തിരിയുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഇപ്പോൾ സിംഗപ്പൂരാണുള്ളത്. ഒക്കെയും ആയിക്കോട്ടെ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒക്കെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഒരു മര്യാദയില്ലേ മോഹൻലാലെ? എല്ലാവരും ലാലേട്ടാന്ന് വിളിച്ച് പുറയിലൊക്കെ ഓടുന്നുണ്ടല്ലോ. അത് വലിയൊരു ബഹുമതിയായിട്ട് കണക്കിലെടുക്കേണ്ടതല്ലേ? ഒരു സ്ഥലത്ത് യേശുദാസ് ഗാനമേള നടത്തുകയാണ്. ഗാനമേള നടത്തുന്ന സമയത്ത് ആ ഗാനമേളയുടെ ഇടയിൽ ഓർക്കസ്ട്ര, അങ്ങനെ ആ പാട്ടിൻ്റെ വരികൾ കഴിഞ്ഞിട്ട് ഓർക്കസ്ട്ര വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒറ്റയ്ക്കൊരാൾ ഗാലറിയിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഗാനമേള നടത്തുന്ന കൂട്ടത്തിൽ, ലാലേട്ടാ അല്ല ദാസേട്ടാ എന്നൊരു വിളി. അപ്പം അതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു, ഇതാണ് എനിക്കുള്ള പത്മശ്രീ കേട്ടോ. അതൊക്കെയാണ് അവരുടെ സന്തോഷം. എവിടെ പോയി കഴിഞ്ഞാലും യേശുദാസിനെ പറഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാവരും ദാസ് സാറേന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല, ദാസേട്ടാ. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി. അത് അവരുടെ മനസ്സിൽ കുളിരേക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ലാലേട്ടാ എന്ന് വിളിച്ച് കുറേ പാവങ്ങൾ ഇപ്പോഴും അങ്ങയുടെ സിനിമ കണ്ട് അതാണ് നിങ്ങളെന്ന് കരുതിയിട്ട് നിങ്ങളുടെ പുറകിൽ നടക്കുന്നില്ലേ? അവരോട് ചെറിയ മര്യാദയെങ്കിലും കാണിക്കേണ്ടതല്ലേ? ഒരു തരം സിമ്പതി അവരോട് കാണിക്കേണ്ടതല്ലേ? അതും അവർക്ക് കൊടുക്കുന്നൊരു ആദരവല്ലേ? നിങ്ങൾ പൈസ കൊടുക്കണ്ട. അവരെ കിടന്ന് ആ വെള്ളത്തിനിടയിൽ പോയിട്ട് വെള്ളം ഇല്ലാണ്ടാക്കാൻ നിങ്ങളുടെ മന്ത്രമൊന്നുമില്ലല്ലോ. എന്നിട്ട് പോലും ഒരു വാക്കുരിയാടാതെ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായതായിട്ട് പോലും ഗൗനിക്കാതെ തെറ്റായിപ്പോയി കേട്ടോ, തെറ്റായിപ്പോയി. അത്രേ പറയാനുള്ളൂ. മുത്തൻ തെറ്റായിപ്പോയി.